നമുക്കിങ്ങനെ എടുത്തു പറയേണ്ട കാര്യം, ചേച്ചിയുടെ മകൻ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഭയങ്കര ഹാർട്ട് ത്രോവ് ആയിരുന്ന ഓട്ടോഗ്രാഫ് സീരിയലിലെ ജെയിംസ് ആണ്. ജെയിംസ് ഇപ്പൊ എന്തെടുക്കുന്നു ചേച്ചി? ജെയിംസിനെ പിന്നെ നമ്മൾ അധികം പിന്നെ ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടും ഇല്ലല്ലോ. ഒരു 38ഓളം സീരിയൽ ചെയ്തിട്ടുണ്ട്, വില്ലനും ഹീറോ ഒക്കെ ആയിട്ട്. പിന്നീട് ഞാനൊരു അതായത് എന്റെ കുലദൈവത്തെ ഞാൻ കുമ്പിട്ടാൽ, എന്റെ വസ്ത്രധാരണം മാറിയാൽ അതിന് പഴി ചേരപ്പെട്ടത് എന്റെ പിന്നെ സിനിമ പോയി, എന്റെ മകന്റെ സീരിയൽ പോയി, സിനിമ പോയി, നമ്മളെ ഒന്ന് ഒതുക്കി. അതെന്തായിരുന്നു ചേച്ചി? അതങ്ങനെയാണ്. നമ്മള് സത്യം തുറന്നു പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മാറ്റപ്പെടുമല്ലോ. അങ്ങനെ എന്റെ കുഞ്ഞന്റെയും അവന്റെ മുഖത്ത്, അതായത് അവൻ അഭിനയിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് എന്റെ ഭാര്യ എന്നെന്തോ പറഞ്ഞിട്ട് അവനൊരു ഫ്ലവേഴ്സിലൊരു നല്ല നായകനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ അവന് കോള് വരുന്നു, വരണ്ട, രഞ്ജിത്തിനെ മാറ്റി. ഞാൻ അവന്റെ മുഖത്ത് നോക്കിയപ്പോൾ ആ കുട്ടിയുടെ മുഖം കാണണമായിരുന്നു. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എന്നിലെ അമ്മയാണ് ഉണർന്നത്, എന്താടാന്ന് ചോദിച്ചു. ഈസി ആയിട്ട്, അല്ല അമ്മയെ പോണ്ട പറഞ്ഞു. ഓക്കെ പോണ്ട, വണ്ടി ഇറക്ക്, വാ നമുക്ക് കന്യാകുമാരിക്ക് വിടാം. മനസ്സിലായോ? കാരണം എൻ്റെ മകന്റെ സമനില പിടിച്ചു നിർത്തിയേ പറ്റൂ. ഞാൻ സാധാരണ ഒരു ജോലി നഷ്ടപ്പെടുന്നത് പോലെയല്ല, വെള്ളിത്തിലയിൽ വെട്ടി വിളങ്ങി നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു മകനെ അടിവേരോട് പറിച്ചെറിയുമ്പോൾ അവന്റെ മനസ്സിന്റെ വേദന കാണണം നമ്മൾ. ഞാൻ അവനോട് പറഞ്ഞു, വാ വെട്ടിയെടുത്ത് മാറ്റി പോയി, നമുക്ക് ഇറങ്ങിയിട്ട് വരുമെന്നു. പിന്നീട് അവൻ മതിയാക്കി, അവനും മടുത്തു. അങ്ങനെ അവൻ അയർലൻഡിലോട്ട്, അവന്റെ കുഞ്ഞും ഭാര്യ നേരത്തെ പോയതാണ്, അവരങ്ങോട്ട് പോയി. അവിടെ പോയി ക്രിക്കറ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു അവന് സന്തോഷവാനായിട്ടിരിക്കും. അവന്റെ ഡ്യൂട്ടി ഉണ്ട്, അവന്റെ വീട് വരും, പിന്നെ ബാക്കിയുള്ള സമയം കംപ്ലീറ്റ് ക്രിക്കറ്റ് ക്രിക്കറ്റ് ക്രിക്കറ്റ്. അവരാണ് അസല് പ്ലെയറാണ്. അവിടെ പോയി മാൻ ഓഫ് ദ മാച്ചാണ്. അതും അവിടുത്തെ വലിയ ആൾക്കാരുടെ കൂടെ ഒക്കെ. അത് നമുക്ക് സന്തോഷമാണ്. എൻ്റെ കുട്ടി ഇവിടെ അവനെ വെട്ടി മാറ്റിയവർ, ഒരു ക്രിക്കറ്റ് ടീമിൽ പോലും അവനെ ഇത് ചെയ്തവർ, ആ ഒരു നാട്ടിൽ പോയി അവനൊരു ക്രിക്കറ്റിൽ അച്ചീവ് ചെയ്ത് അതിന്റെ മെഡലുമായിട്ട് നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഇതിൽ പരം സന്തോഷം ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് വേറെ ഒന്നുമില്ല. അതാണ് സന്തോഷം. നമ്മള് ഇത്രയും സംസാരിച്ചതിൽ നിന്ന് ചേച്ചി വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാ കാര്യങ്ങളെയും അഡ്രസ് ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതും. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഒരു ലവബിൾ ഫാക്ടർ എന്താ? എൻ്റെ ജീവിതം, ഞാൻ, എല്ലാ മനുഷ്യരും നമ്മളെ തന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. നമ്മൾ ചുമ്മാ പറയാണ് അവരെ സ്നേഹിക്കുന്നു, ഇവരെ സ്നേഹിക്കുന്നു, എനിക്ക് അവരെ ഇഷ്ടമാണ്, ഇവരെ ഇഷ്ടമാണ്. അതിനോട് ഒരിക്കലും ഞാൻ യോജിക്കില്ല. പൊട്ടത്തെറ്റാത്. നമ്മൾ ആദ്യം സ്നേഹിക്കുന്നു. ഒന്നും വേണ്ട, ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം കണ്ണാടിയിൽ നോക്കും? എന്തുകൊണ്ടാ? നമുക്ക് നമ്മളെ ഇഷ്ടമാണ്. അതാണ് നമ്മൾ നോക്കുന്ന നമ്മുടെ പ്രതിച്ഛായ. ആ പ്രതിച്ഛായ തന്നെ ഉണ്ട്. നമുക്ക് നമ്മളെയാണ് ഇഷ്ടം. എന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ അത് തന്നെ ഫോളോ ചെയ്യുന്നത്. എത്ര പേര് എന്നെ ഉപദേശിക്കുന്നുണ്ടാവും, ഉഷേശി നിങ്ങൾ അത്ര ശബ്ദം എടുത്ത് പറയല്ലേ, ഉഷേശി നിങ്ങൾ ഒരു ലേശം. പക്ഷെ എന്തുകൊണ്ട് ഞാൻ മാറുന്നില്ല? എനിക്ക് എന്നെ ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് ശരിയാണെന്ന് എൻ്റെ മനസാക്ഷി പറയുന്നിടത്തോളം കാലം എനിക്ക് എന്നെ ബഹുമാനമാണ്, എന്നെ ഇഷ്ടമാണ്. അത് തന്നെയാണ് എൻ്റെ ഇഷ്ടവും. ഞാൻ എന്നെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അതുപോലെ ചേച്ചിയുടെ ക്യാരക്ടറിൽ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ? എന്റെ ദേഷ്യം. പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ഞാൻ. അത് ഞാനല്ല, ഞാൻ കുമ്പിടുന്ന എന്നിൽ വസിക്കുന്ന ആൾക്കാരാ. അതെങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എല്ലാവരും പറയാം അവർക്ക് ഭ്രാന്ത ഇല്ലെങ്കിൽ വട്ടാന്നൊക്കെ. അല്ല, ഒരു നോർമലായ ഞാൻ വേറെ. പക്ഷെ എന്നെ നിരന്തരമായി ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഞാൻ ചിരിച്ചു മാറിപ്പോകുമെന്ന് വിചാരിക്കാം. പക്ഷെ എന്നിലെ ആ ശക്തി പെട്ടെന്ന് പ്രകോപിതയാവും. നമ്മളെല്ലാം ദൈവത്തെ ഭജിക്കുമ്പോൾ ആ ദൈവത്തിന് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളെ നിരന്തരം ഒരാൾ ഉപദ്രവിക്കുന്നെങ്കിൽ അവരവിടെ നമ്മൾ അന്നേരം എൻ്റെ ശബ്ദമൊക്കെ മാറും. തൊണ്ടയിൽ ഒരു പിടുത്തമുള്ളത് പോലെ. പക്ഷെ ഭയങ്കര ബീഭത്സമായിരിക്കും. അതെനിക്ക് നിയന്ത്രിക്കാനോ പറ്റിയിട്ടില്ല. എൻ്റെ അടുത്ത് എത്രയോ വലിയ പണ്ഡിതന്മാർ, എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ പിന്നെ ഹിമാലയത്തിലും അവിടെ ഇവിടെയും കണ്ടിരിക്കുന്ന സന്യാസി സമൂഹം എല്ലാം പറഞ്ഞിട്ടുണ്ട്, മുൻകോപിയാ അല്ലേ, ഒന്ന് ശാന്തമായിക്കൂടെ? ഞാനല്ല സ്വാമി, അറിയാം, എന്നാലും പറയട്ടെ, നിലനിൽപ്പിന് അത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല. അതെന്നിലൊരു
നെഗറ്റീവ് പോയിന്റ് തന്നെ. പോയിന്റ് തന്നെ. യാത്രകൾ ഒരുപാട് ചെയ്യാറുണ്ടോ ചേച്ചി? തീർച്ചയായും. ഓക്കെ. അടുത്തിടെയൊക്കെ പോയതൊക്കെ എവിടെയൊക്കെയാണ്? തീർത്ഥാടനാണോ അതോ എന്ത് തരത്തിലുള്ള യാത്രകളാണ് ചേച്ചി പ്രിഫർ ചെയ്യുക എപ്പോഴും? എന്റെ രണ്ടാമത്തെ ഹസ്ബൻഡ് എന്റെ 30ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. അദ്ദേഹം ഒരു മർച്ചന്റ് നേവി ചീഫ് എഞ്ചിനീയർ. അദ്ദേഹത്തിന്റെ കൂടെ ലോകം മുഴുവനും സഞ്ചരിച്ച ഒരാളാണ്. ഷിപ്പില് സുയസ് കനാലും പനാമ കനാലിലേക്കൂടെ യാത്ര ചെയ്ത് ഭൂമിയെ വലം വെച്ച് വന്നു. 19 കൺട്രികളിൽ പോയി. 6 ഭൂഖണ്ഡങ്ങളിലും കാലെടുത്ത് വെക്കാൻ പറ്റി. അതിൽ പരം ഒരു ഭാഗ്യം വേറെ ഒന്നില്ല. മറ്റത് സന്തോഷമാണ് ചോദിച്ചത്. എന്നിലെ സന്തോഷം, ഞാൻ സ്നേഹിക്കുന്നത് എന്നെ തന്നെ. ഭാഗ്യം, ഒരു സാധാരണയിലും സാധാരണ സ്ത്രീയായി ജനിച്ച എനിക്ക് ഈ ഭൂമിയെ ചുറ്റി വരാൻ എനിക്ക് ദൈവം സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ ഭാഗ്യം മാത്രമാണ്. പിന്നെ ഇന്ത്യയില് ഏകദേശം എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ സ്വർണ്ണം ഇടാറില്ല. 2012 സ്വർണങ്ങളൊക്കെ അവസാന കമ്മലും ദാനം ചെയ്തതിന് ശേഷം സ്വർണം ഉപയോഗിച്ചിട്ടില്ല. ആര് ചോദിച്ചാലും സ്വർണങ്ങളൊക്കെ കൊടുക്കും എന്തായാലും. കാരണം ഞാനൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എന്നും ഞാനൊന്നും കൊണ്ടുപോവില്ല എന്നും വളരെ ബോധ്യമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞാലോ ഇല്ലെങ്കിൽ ഒരാൾക്ക് ഇന്നത്തെ പോലത്തെ അല്ലല്ലോ അന്നത്തെ ചാരിറ്റി. അന്ന് നമ്മളത് തന്നെയാണ് എടുത്തു കൊടുക്കുന്നത്. ഇന്ന് ആരടുത്തു നിന്നൊക്കെയോ കളക്ട് ചെയ്ത് കൊടുക്കുന്നവർ വലിയ പണ്ഡിതരും സ്വയം അന്ന് കൊടുത്തിരുന്ന നമ്മളൊക്കെ ഒന്നും അല്ലാത്തവരുമാണ്. പക്ഷെ എത്രയോ പേരെ ഞാൻ ഇതുപോലെ ജീവിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എല്ലാം കൊടുത്തു തീർത്തു. എനിക്കൊന്നും വേണ്ട എന്നുള്ള തീരുമാനിച്ചു. പിന്നെ വെള്ളി ആഭരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ വെള്ളി എങ്ങനെ ഒരിത് കണ്ടാലും ഞാനത് വാങ്ങി ഇതുപോലെ ഇടും. ഇതാണ് വെള്ളി. ഉണ്ടാവും. അതൊക്കെ നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്. കൊറേ ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുന്ന തരത്തില് നിറച്ചുണ്ട് കയ്യില്. ഓക്കെ. എല്ലാം സെപ്പറേറ്റ് അല്ലേ? എല്ലാം സെപ്പറേറ്റ് ആണ്. നമ്മള് 7. ഓക്കെ. നമ്മള് നേരത്തെ പറഞ്ഞിരുന്നല്ലോ കമന്റ്സ് ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ചേച്ചി ഇൻഡസ്ട്രിയിൽ വന്ന സമയത്തെ ഇൻഡസ്ട്രി അല്ല ഇപ്പൊ. അതായത് പോകുമ്പോ തന്നെ ഇപ്പൊ ക്യാമറയും കൊണ്ട് വരും, ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യും, സംസാരിക്കാൻ വരും. അപ്പൊ ചേച്ചിക്ക് ഈ ഒരു ഷിഫ്റ്റ് എങ്ങനെ തോന്നും ചേച്ചിക്ക് പുറത്തിറങ്ങി കഴിയുമ്പോൾ? സത്യം പറഞ്ഞാൽ ഞാൻ അമ്മ അസോസിയേഷനിൽ ലാസ്റ്റ് പോയത് തലയില് മുക്കാടൊക്കെ ഇട്ടിട്ടാണ്. അതായത് ഒരിക്കലും അങ്ങനെ ഒരു വെസ്റ്റേൺ ഡ്രസ്സിൽ പോവാത്ത ഞാൻ ലാസ്റ്റ് അമ്മ അസോസിയേഷനിൽ വോട്ട് ചെയ്യാൻ വെസ്റ്റേൺ ഡ്രസ്സിൽ പോയി തലയൊക്കെ മൂടി തൊപ്പിയൊക്കെ വെച്ചിട്ടാ പോയത്. എന്തിനാ? ഇവരിതിങ്ങനെ പിടിച്ചിട്ട് ഇതറിയോ? എന്താണ് അറിയാനുള്ളത്? ഇന്ന് ഇവിടെയുള്ള പെൺകുട്ടികൾ ഉടുക്കുന്ന ഡ്രസ്സുകൾ കണ്ടാൽ തന്നെ അങ്ങനെയുള്ള കാലത്ത് പണ്ടെങ്ങാണ്ട് നമ്മൾ അഭിനയിച്ച സിനിമയിലുള്ള കുറെ ഭാഗങ്ങളൊക്കെ വെട്ടിയെടുത്തിട്ട് ഇവരിതല്ലേ എന്ന് പറയുമ്പോൾ അതിനെന്ത് അർത്ഥമുള്ളത്? നമ്മൾ അഭിനയിക്കുകയാണ്. അന്ന് നമ്മുടെ കാലത്തില് 1987, 88 കാലത്തിലൊക്കെ അഭിനയിച്ച എല്ലാ നടീനടന്മാരും അഭിനയിക്കുന്ന പോലെ തന്നെയൊക്കെ നമ്മളും അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ എത്ര 3 മണിക്കോ 2 മണിക്കോ ഒക്കെ പടം ഇടുന്നു പറഞ്ഞാൽ അതൊന്നും നമ്മളല്ല. അത് കാണാനും ഈ കേൾക്കാനും ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാവില്ലേ? നമ്മുടെ മുഖം കാണിക്കും, ബാക്കിയെല്ലാം ഈ ഫോറിനേഴ്സിന്റെ ഇവരെയൊക്കെ എന്തൊക്കെയോ വെട്ടിയെടുത്തിട്ടാണ് ഈ നൂൺ ഷോകൾ കാണിച്ചിരുന്നത്. അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കൂട്ടം ജനതയാണ് നമുക്ക് ചുറ്റുമുള്ളത്. അന്ന് ആ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായി പോയിരുന്നല്ലോ ചേച്ചി. അതെ. അപ്പൊ എനിക്ക് അതിൽ സങ്കടമൊന്നുമില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് മാർക്കറ്റിൽ പോകുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് പച്ചക്കറി വാങ്ങാൻ പോകുന്നുണ്ട്. ഞാൻ ഈ നിങ്ങളിൽ ഒരാളായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ ഒരാൾ പോലും എന്നെ ശൂശൂന്നോ അയ്യോന്നില്ല. അവർക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ വരുമ്പോൾ. ചേച്ചി ഇല്ലെങ്കിൽ അമ്മ എന്നുള്ള വിളിയാണ് അവരിൽ നിന്ന് കേൾക്കുന്നത്. പക്ഷെ ഒരു പറ്റം ആളുകൾ അവരെന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇന്നും ഇന്നലെയല്ല, വർഷങ്ങളായിട്ട് അത് നടന്നു പോകുന്നുണ്ട്. ഒരേപോലെയുള്ള ഒരു കമന്റ്സ് ആയിരിക്കും അതിൽ വരിക. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരേ കമന്റ്സ്, അതൊരു 10-50 പേര് ഒന്നിച്ചിരുന്നിടും. അതൊരു കോള് പോവും. ദേ അവളുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, താഴെ ടക്കെന്ന് വരും 50 പേര് ഒരേപോലെ. അത് കഴിഞ്ഞാൽ അയ്യോ ചേച്ചി, നല്ല ആൾക്കാർ, എന്നെ അറിയുന്നവർ അല്ലാത്തവർ വന്ന് ആ പറഞ്ഞിരിക്കുന്നതിന് ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ആ ഇന്റർവ്യൂവിനെ പറ്റിയിട്ടുള്ള കറക്റ്റായ കണ്ടന്റ് താഴെ എഴുതിയിടും. അവരെല്ലാം ശരിക്കും അത് കണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കി പറയുന്നവരാ. മറ്റതങ്ങനെയല്ല. ഒരാളെ മുഖം കാണുമ്പോഴത്തേക്കും അവിടെ ഒരു കമന്റ് ഇട്ടിട്ട് പോകും.
വെറുതെ പോകുമ്പോൾ ഒന്ന് വലിച്ചെറിഞ്ഞിട്ടിട്ട് പോകാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ചേച്ചി ഇപ്പൊ ഈ പറഞ്ഞ ഇൻസിഡന്റ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വിവാദമായിരുന്നല്ലോ. ചേച്ചി ആ സമയത്ത് എങ്ങനെയാ അത്, നമ്മള് പുറത്തിറങ്ങണം, ആൾക്കാരെ ഫേസ് ചെയ്യണം, ജീവിക്കണം, ഒറ്റയ്ക്കാണ്, അപ്പൊ എങ്ങനെയാ ചേച്ചി അതിനെ ഓവർകം ചെയ്യുന്നത്? എനിക്ക് യാതൊരു ഇതുമില്ല, ഭയമെന്ന വികാരമേ ഇല്ല. ഒരു പിന്നെ അടക്കമരം, അടക്ക എന്ന് പറഞ്ഞ പാക്കുണ്ടല്ലോ, ആ പാക്ക് കൃഷി ചെയ്യുന്ന ഒരു പിന്നെ കൃഷി സ്ഥലത്തെ കൂടെ നമ്മൾ പോകുമ്പോൾ ഒരു പാക്കെടുത്ത് ചുരുട്ടി നമ്മളെ മടിയിൽ വെച്ചാൽ നമ്മൾ അപ്പപ്പ തപ്പി നോക്കും, ആരെങ്കിലും കാണുന്നുണ്ടോ, ഒരു ഭയം ഉണ്ടാവും. കാരണം ഞാനത് എടുത്തു. ആ ഒരു എടുക്കാതെ അതിൻ്റെ ഉള്ളിലേക്കൂടെ നടന്നു പോകുന്ന എനിക്ക് ഭയമില്ല, കാരണം ഞാൻ ഒന്നും എടുത്തില്ല. അങ്ങനെയുള്ള എൻ്റെ അടുത്ത് അയ്യോ ഇവരെന്ത് പറയാൻ, എനിക്ക് ഭയമേ ഇല്ല. എന്തോ പറഞ്ഞോട്ടെ, അതവർ, ഇത് ഞാൻ. മനസ്സിലായോ? ഒരു 10 കുടത്തിന്റെ വായ മൂടിക്കെട്ടാം, 1000 കുടത്തിന്റെ വായ മൂടിക്കെട്ടാം. 10 മനുഷ്യരെ പോയിട്ട് ഒരാളെ വാ മൂടിക്കെട്ടാൻ നമുക്ക് പറ്റൂ? പറ്റത്തില്ല. അത്രേ ഉള്ളൂ. എത്രയോ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നറിയോ? എനിക്കറിയാം. ഇവരിങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ എത്രയോ മനുഷ്യർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കതൊരു നിസ്സാരമാണ്. അവരെറിഞ്ഞ വെറും ഒരു കല്ല് പോയി പതിച്ചത് ചിലപ്പോൾ ആ ഹൃദയത്തിലായിരിക്കും. അത് താങ്ങാൻ പറ്റാതെ, സ്വന്തം സഹോദരങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാതെ, സ്വന്തം അച്ഛനമ്മമാരെ ഫേസ് ചെയ്യാൻ പറ്റാതെ എത്രയോ മക്കളുകൾ ഇവിടെ ആത്മഹത്യ ചെയ്തു പോയി. പക്ഷെ ഇവർ മനസ്സിലാക്കുന്നില്ല, ഇവർ കാരണമാണ് അവർ പോയി ആത്മഹത്യ ചെയ്തത്. ഇതിനൊക്കെ ഒരു തിരിച്ചടിയാണ് മുജ്ജന്മ പാപം, മുജ്ജന്മ കർമ്മം. നമ്മൾ പറയില്ലേ, നമ്മൾ ഈ ജന്മത്തൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ദുരിതങ്ങൾ? നിങ്ങൾ ഒരു നിസ്സഹായനെ, അവന് പ്രതികരിക്കാൻ പോലും പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥയിലിരിക്കുന്ന ജീവനുകളെ നിങ്ങൾ കടന്നാക്രമിച്ചിട്ടുണ്ടോ? 7 തലമുറ ആ പാപം നിങ്ങൾക്ക് വന്നു ചേരുമെന്നാണ്. അതാണ് ഈ കർമ്മ എന്ന് പറയുന്നത്.